വഴക്കും അടിപിടിയൊക്കെ ഉണ്ടാകും. എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ച പാവങ്ങളാ മോനെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഈ ഒരു റീൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആണ്. അപ്പോൾ ഈ ഒരു റീൽ ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നു, ഇതിനെ ട്യൂട്ടോറിയൽ ചെയ്യോ പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്യാൻ വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഒറ്റ ഇമേജ് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള റീലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലിലേക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷനാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് CapCut തന്നെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നമുക്കിത് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ CapCut ആപ്ലിക്കേഷൻ ഇതാ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ഒരു ന്യൂ പ്രൊജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഒറിജിനൽ റീല് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു റീല് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് താഴത്തുള്ള ബോക്സിൽ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഓഡിയോ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു റീലിൽ എവിടെ വെച്ചിട്ടാണ് ആ ഒരു സെക്കൻഡ് ക്ലിപ്പ് വരുന്നത് നോക്കുക. ഈ ഒരു ഭാഗത്ത് അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക, 2 പോർഷൻ ആക്കി കൊടുക്കുക. 2 പോർഷൻ ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴത്തുള്ള ബോക്സിൽ കാണാൻ നിൽക്കുന്ന ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ അത് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫസ്റ്റത്തെ മീ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ അതേപോലെ നമ്മൾ കറക്റ്റ് അതേപോലെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലൊരു ഇമോജി ഉണ്ട്, ആ ഇമോജി കിട്ടാൻ വേണ്ടി ജസ്റ്റ് സ്പീക്ക് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഫോണ്ട് സ്റ്റൈൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് എവിടെ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ ഒരു നമ്മൾ ഇമേജ് ആഡ് ചെയ്തില്ല, ജസ്റ്റ് അതൊന്ന് എഴുതി വെക്കുക നിങ്ങൾ. ഓക്കെ, എന്നിട്ട് ഒരു ഒന്നാമത്തെ ഇമേജ് എവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് അതിനനുസരിച്ചിട്ട് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളെ സെക്കൻഡ് ക്ലിപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്ത് നോക്കുക. അതിനനുസരിച്ചിട്ട് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. CapCutൻ്റെ വാട്ടർമാർക്ക് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് അത് റീനെയിം ചെയ്യുക. എന്നിട്ട് അതിൽ എന്താ എഴുതിക്കുന്നത് നോക്കുക. ആ ഒരു മേലത്തെ വീഡിയോയിൽ അതിൽ പിന്നെ അടുത്തത് പറഞ്ഞ ഒരു സ്കള്ളിൻ്റെ ബ്രോ എന്ന് എഴുതാണ്ടല്ലേ. ഓക്കെ, ബ്രോ എന്ന് എഴുതിയിട്ട് കറക്റ്റ് അതേപോലെ എഴുതണം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് കാണിക്കണം നിങ്ങൾക്ക്, സ്കള്ള് നടിച്ചാൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ എഴുതി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് കാണാൻ നിങ്ങൾക്ക് ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റ് പോലെ ഇങ്ങനെ ഇളകിങ്ങോണ്ട് നിൽക്കണം. ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് എഫക്റ്റ് വീഡിയോ എഫക്റ്റ് പോവുക. നെറ്റ് ക്ലബിൽ നിങ്ങൾക്ക് അവിടെ റീബൗണ്ട് സ്വിങ് വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ അല്ല, ഒരു എഫക്റ്റ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നാമത്തെ നമ്മളെ സ്പ്ലിറ്റ് ചെയ്ത ഭാഗത്തേക്ക് ഇത് നിങ്ങൾ കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ റീബൗണ്ട് അല്ല, ചെറിയൊരു ഷെയ്ക്ക് പോലെയുണ്ട്. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ എഫക്റ്റ് പോവുക. നെറ്റ് ക്ലബ്ബ് വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഷെയ്ക്ക് നടിച്ചാൽ മതി. ഷെയ്ക്കിൽ ഒരുപാട് മോഡൽ ഉണ്ടാവും. അപ്പൊ അതിൽ ഷെയ്ക്ക് 1 2 3 എന്നൊക്കെ ഇത് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അത് നമ്മളെ വീഡിയോ എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യണം നോക്കുക. അവിടെ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് പോവാ. ജസ്റ്റ് നമുക്ക് മാക്സിമം ചെറുതായിട്ട് മതി. ഞാൻ അതൊരു 7:11 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇമേജ് ആഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാനിതാ ഇവിടെ ഈ ഒരു ക്ലിപ്പ് ഫസ്റ്റത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റീപ്ലേസ് ഓപ്ഷൻ കൊടുത്തിട്ട് ഞാനൊരു ഇമേജ് അതിലേക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ അതിലേക്ക് റീപ്ലേസ് ചെയ്തു. ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു റീല് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചെറിയൊരു സൈസ് ബാക്ക്ഗ്രൗണ്ട് അല്ല മേലും താഴെയും ബ്ലാക്ക് വെച്ചിട്ട് മാസ്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഫുൾ സ്ക്രീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മാസ്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തു, സെക്കൻഡ് ഇമേജ് ഇവിടെ ആഡ് ചെയ്തു. ആ സെയിം തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ശേഷം ചെയ്യേണ്ടത് ഞാൻ ഇതാ ഈ ഒരു സെക്കൻഡ് ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കുറച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് പോവുക, സാച്ചുറേഷൻ ഫുള്ളായിട്ട് കുറക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ സാച്ചുറേഷൻ കുറച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടി. എന്നിട്ട് പിന്നെ നമ്മൾ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ആരെയാണോ ഈ ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു ആളുടെ കൊണ്ടുപോയി അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫസ്റ്റ് ടെക്സ്റ്റ് നിങ്ങൾക്ക് എവിടെയാണ് വെക്കേണ്ടത് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു വൈറ്റ് ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ ക്യാമറ ഓപ്ഷനിൽ പോവുക.
അതിൽ നിങ്ങൾക്ക് കാണാം ഷെയ്ക്ക്, ഒരുപാട് മോഡൽ ഷെയ്ക്കുകൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഷെയ്ക്ക് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ആ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ള യൂസ് ചെയ്തില്ല സെയിം ഷെയ്ക്ക് എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെറിയൊരു സ്റ്റെപ്സ് മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ള റീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ റീൽസിൽ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അതിനെ ട്യൂട്ടോറിയൽ കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഫോളോ ചെയ്തിട്ടേക്കുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ ബൈ.